ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഷാമിയെ റിയാലിറ്റി ഷോയുടെ വിന്നറായി പ്രഖ്യാപിച്ചതിന് ശേഷം അത് അവാർഡുകളെല്ലാം ഏറ്റുവാങ്ങിയ ഷാമിയോട് രണ്ടു വാക്ക് സംസാരിക്കാനായി ആങ്കർ ആവശ്യപ്പെട്ടതും ഷാമ എല്ലാവരോടുമായി പറഞ്ഞു, ഈ ഒരു നേട്ടം എനിക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് അത് ഇതിന് എന്നെ സഹായിച്ചത് മറ്റാരുമല്ല, എൻ്റെ സാക്ഷാൽ കണ്ണൻ തന്നെയാണ്, എൻ്റെ കൃഷ്ണൻ, എൻ്റെ ഭഗവാനാണ് എന്ന് ഷാമ എല്ലാവരോടുമായി പറഞ്ഞു. പിന്നെ എൻ്റെ അഖിൽ സാറ്, എൻ്റെ ഭർത്താവിന്റെ അമ്മ വസുന്ധരാമ്മ, ആ അമ്മ എന്റെ മനസ്സിൽ ഉണ്ടാക്കിയ തീയാണ് ഇപ്പോ ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാനായി എന്നെ സഹായിച്ചത്. അത് കേട്ട ഉടനെ എല്ലാവരും ആശ്ചര്യത്തോടെ ആ വസുന്ധരാമയെ വിളിക്കുന്നു. ഉടനെ തന്നെ ആങ്കർ വിളിച്ചു പറഞ്ഞു, വസുന്ധരാമ പ്ലീസ് ഓൺ ദി സ്റ്റേജ് എന്ന് പറഞ്ഞ് ഉടനെ വസുന്ധരയെ അവിടേക്ക് ക്ഷണിച്ചു. ഇത് കേട്ട ഉടനെ തന്നെ വസുന്ധരയെ തന്റെ മനസ്സിലുണ്ടാക്കിയ ആ തീയാണ് ഇങ്ങനെയൊരു നേട്ടത്തിന് കാരണമെന്ന് ശ്യാമ പറഞ്ഞത് കേട്ട് ഐശ്വര്യ ആകെ ഞെട്ടലോടെ വസുന്ധരയെ നോക്കി. ഉടനെ തന്നെ ആങ്കർ വേഗം വസുന്ധരയെ ആ സ്റ്റേജിലേക്ക് വരാനായി നിർബന്ധിച്ചതും വസുന്ധര ആ വാക്ക് കേട്ട് ഞെട്ടലോടെ നോക്കിയിരുന്നു. താൻ ചെല്ലണോ വേണ്ടയോ എന്ന സംശയത്തിൽ അങ്ങനെ വസുന്ധര ഇരിക്കുമ്പോൾ ആദിയും അഖിലും അരുണുമൊക്കെ വസുന്ധര അവിടേക്ക് ചെല്ലുന്നതിന് വേണ്ടി നോക്കുന്നു. ഈ സമയത്ത് ഉടനെ വസുന്ധരാമ ആനന്ദവർമ്മയെ നോക്കിയതും ആനന്ദവർമ്മ പറഞ്ഞു, ചെല്ലു വസു ചെല്ല്, എന്നിട്ട് വളരെ സ്നേഹനിധിയായ അമ്മായിയമ്മയെ പോലെ വേണം ശ്യാമയോട് പെരുമാറുവാൻ. കാരണം ഇത് മുഴുവൻ ലോകം കാണുന്നതാണ്, ലൈവ് ഷോയാണ്, അക്കാര്യം മറക്കരുത് എന്ന് വസുന്ധരയോട് ആനന്ദവർമ്മ ഓർമ്മിപ്പിച്ചു. വസുന്ധര ആനന്ദേട്ട എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ പോകാനായി മടി കാണിച്ചങ്ങനെ ഇരിക്കുമ്പോ ഉടനെ അമൃതയും ആദിയും പറഞ്ഞു, അമ്മേ ചെല്ല്, എന്നിട്ട് ചെല്ലമ്മേ. അവസാനം എല്ലാവരുടെയും നിർബന്ധപ്രകാരം വസുന്ധര സ്റ്റേജിലേക്ക് ചെല്ലാനായി, ഫ്ലോറിലേക്ക് ചെല്ലാനായി തയ്യാറാകുന്നു. അങ്ങനെ വസുന്ധര വേഗം ആ ഫ്ലോറിലേക്ക് ചെന്നെത്തി. ശ്യാമയ്ക്കൊപ്പം അവിടേക്ക് വന്നു കയറിയ വസുന്ധരയെ എല്ലാവരും ആ TV പ്രോഗ്രാമിലൂടെയും കാണുന്നു. വസുന്ധരാമ അകത്തേക്ക് ശ്യാമയുടെ അരികിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഉടനെ ആങ്കർ പറഞ്ഞു, മാഡം അല്പം അരികിലേക്ക് ചേർന്ന് നിൽക്ക്, ശ്യാമയ്ക്ക് അരികിലേക്കായി നിൽക്ക് എന്ന് പറഞ്ഞ് ശ്യാമയുടെ തൊട്ടരികത്തേക്ക് വസുന്ധരാമയെ ചേർത്ത് നിർത്തുന്നു. വസുന്ധര അരികിലേക്ക് ചെന്നതും ഉടനെ ആങ്കർ പറഞ്ഞു, ഇനിയും മേഡം പറ, ശ്യാമയുടെ ഈ നേട്ടത്തിന് മേഡമാണ് കാരണക്കാരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊരമ്മയും പോലെ അമ്മയും മരുമകളെയുമായിട്ടല്ല, ശരിക്കും അമ്മായിമ്മയും മരുമകളുമായിട്ടല്ല, അമ്മയും മകളുമായിട്ടാണ് നിങ്ങളുടെ സ്നേഹബന്ധമെന്ന് ഇപ്പോൾ ഞങ്ങൾ ഏവർക്കും മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം മകളെ ഇതുപോലെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാനായി സഹായിച്ച ഈ വസുന്ധരാമയ്ക്ക് എന്താ നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം എന്ന് ഉടനെ ആങ്കർ അറിയിച്ചു. ശ്യാമ ആ മൈക്ക് വസുന്ധരാമയ്ക്ക് നൽകൂ, വസുന്ധര മേഡത്തിന് നൽകൂ എന്ന് ആങ്കർ ആവശ്യപ്പെട്ടതും ശ്യാമ തന്റെ കയ്യിലിരുന്ന ആ മൈക്ക് വസുന്ധരയുടെ കയ്യിലേക്ക് നൽകുന്നു. ഈ കാഴ്ച കണ്ട് അഖിൽ വളരെ സന്തോഷത്തോടെ നോക്കിയിരുന്നു. ശ്യാമ വല്ലാത്ത ഭയത്തോടെ വസുന്ധരയുടെ കയ്യിലേക്ക് ആ മൈക്ക് നൽകുന്നു. ഉടനെ തന്നെ ആ നിമിഷത്തിലെ കുറിച്ച്, ഇപ്പോൾ നടന്ന ആ ഒരു ശ്യാമ പറഞ്ഞ ആ വാക്കുകളെ കുറിച്ച് എന്താണ് വസുന്ധര മേഡത്തിന് പറയാനുള്ളത് എന്ന് ആങ്കർ അന്വേഷിച്ചതും ഉടനെ വസുന്ധര പറഞ്ഞു, ശ്യാമ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാനും ശ്യാമയും അമ്മായിമ്മയും മരുമകളുമായിട്ടല്ല, അമ്മയും മകളെയും പോലെയാണ്. എൻ്റെ വാക്കുകളും എൻ്റെ പ്രോത്സാഹനവുമാണ് ഇപ്പോ ശ്യാമയ്ക്ക് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് എന്ന് വസുന്ധര അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ ആങ്കർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി എന്തിനാണ് മേഡം മടിച്ചു നിൽക്കുന്നത്? ശ്യാമ, അതായത് സ്വന്തം മകൾ ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചപ്പോ ഈ ഒരു നേട്ടം നേടിയതിന് ശ്യാമയ്ക്ക് നൽകാനായി കരുതി വെച്ച ആ സമ്മാനം അങ്ങ് കൊടുത്താലും, ഏറ്റവും വിലപിടിപ്പുള്ള ആ സമ്മാനം, അതിനായിട്ട് ഏവരും കാത്തിരിക്കുകയാണ്. ഒരമ്മ മകൾക്ക് നൽകുന്ന ആ സമ്മാനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ ഏവരും. ഇനിയും മടിക്കേണ്ട വസുന്ധര മേഡം, ആ സ്നേഹചുംബനം അത് ശ്യാമയ്ക്ക് അങ്ങ് കൊടുത്തോളൂ, ഞങ്ങൾ എല്ലാവരും അതിന് സാക്ഷികളാകട്ടെ എന്ന് പറഞ്ഞ് ആങ്കർ വസുന്ധരാമയോട് ശ്യാമയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനായി, ആ സ്നേഹ ചുംബനം നൽകാനായി ആവശ്യപ്പെട്ടു. അത് കേട്ടതും വസുന്ധര ആകെ മടിയോടെ അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും നിർബന്ധപൂർവ്വം പറയുന്നത് കേട്ട് ഐശ്വര്യയും വിസ്മയയും ഒപ്പം അരുന്ധതിയും ഒക്കെ ശ്യാമയെ വസുന്ധര ഉമ്മ കൊടുക്കാനായി പോകുന്നു എന്നുള്ള ആ ഒരു കാര്യം കേട്ടതോടെ ആകെ കലിയോടെ നിന്നു. ഉടനെ തന്നെ വസുന്ധര ആ മൈക്ക് തന്റെ കയ്യിൽ നിന്ന് മാറ്റിപ്പിടിച്ച് വേഗം ശ്യാമയുടെ അരികിലേക്ക് ചെന്ന് ശ്യാമയുടെ കവിളത്ത്
വസുന്ധര സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ നൽകുന്നു. ആ കാഴ്ച കണ്ട് ശ്യാമ കണ്ണീരണിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അരികിലേക്ക് വരുന്ന വസുന്ധരാമ്പ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ ആശ്ചര്യപ്പെട്ടും ആശങ്കപ്പെട്ടും അങ്ങനെ ശ്യാമ നിൽക്കുമ്പോൾ വസുന്ധര മകളെ ചേർത്ത് പിടിച്ച് ആ കവിളത്ത് ഒരു മുത്തം കൊടുത്തു. ഈ കാഴ്ച കണ്ട് അമൃതയും ആദിയും അരുണും ആനന്ദവർമ്മയും അഖിലുമെല്ലാം വളരെ സന്തോഷത്തോടെ കൈയടിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിയുമോ എന്ന ആശ്ചര്യത്തിൽ ഏവരും അങ്ങനെ നോക്കിയിരുന്നപ്പോ ലൈവായി ദേവകിയും അപ്പുവും ഒപ്പം വാസുദേവനും ഒക്കെ ആ കാഴ്ച കണ്ടു. ഇത് കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ ജയന്തി അസൂയയോടെ നോക്കി നിൽക്കുമ്പോ വസുന്ധര ശ്യാമയ്ക്ക് ആ സമ്മാനം നൽകിയതിനു ശേഷം ആ ഫ്ലോറിൽ നിന്ന് വസുന്ധര ഇറങ്ങിപ്പോകുന്നു. ഈ സമയത്ത് ശ്യാമയ്ക്ക് ഇങ്ങനെയൊരു നേട്ടം ഉണ്ടാകുമെന്നും ശ്യാമയ്ക്ക് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടുമെന്നും ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു മറ്റെല്ലാവരും ഇരുന്നത്. വസുന്ധര അങ്ങനെ ഒരു ഉമ്മ കൊടുത്തതിന് ശേഷം നേരെ ഐശ്വര്യയുടെ അരികിൽ വന്നങ്ങനെ ഇരിക്കുമ്പോ ഐശ്വര്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയ വസുന്ധര തൽക്കാലം ഐശ്വര്യയെ കണ്ട ഭാവം നടിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോ ശ്യാമ വസുന്ധരാമയുടെ സമ്മാനം തനിക്ക് കിട്ടിയതിന്റെ, അതും ഇത്രയും ആളുകൾക്ക് മുന്നിൽ ഇങ്ങനെ ലോകമെമ്പാടും കണ്ടു നിൽക്കെ ഇങ്ങനെ ഒരു സമ്മാനം കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു ശ്യാമ. ഉടനെ തന്നെ ശ്യാമ വേഗം തന്റെ മൈക്ക് വാങ്ങിച്ച് പറഞ്ഞു, ഈ അവസരത്തിൽ എനിക്ക് മറ്റൊരു കടം കൂടി പറഞ്ഞു തീർക്കാനുണ്ട് എന്ന് അറിയിച്ചു. എല്ലാവരും എന്താണ് ഇനി ശ്യാമ പറയാൻ പോകുന്ന അറിയാനായി കാത്തുനിന്നതും ശ്യാമ പറഞ്ഞു, എനിക്ക് വേണ്ടി എന്റെ ഗുരുതുല്യനായ, ഞാൻ എന്റെ ഗുരുവായി സ്നേഹിച്ച GK സാറിന്റെ പേരിൽ ഇവിടെ പല അപവാദങ്ങളും ഉണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് എല്ലാവർക്കും വേണ്ടി, അദ്ദേഹത്തിന് നേരെ എല്ലാവരും തെറ്റിദ്ധാരണയോടെ ഉയർത്തിയ ആ മോശമായി അദ്ദേഹത്തെ പല രീതിയിലും അപമാനിക്കുകയും ചെയ്ത ഈ ഫ്ലോറിൽ വെച്ച് തന്നെ ഞാൻ സാറിനോട് എന്റെ ക്ഷമ ചോദിക്കുന്നു. സാറിനെ മേഡം ഈ ഫ്ലോറിലേക്ക് ക്ഷണിച്ചോട്ടെ, ഇങ്ങോട്ട് വിളിപ്പിച്ചോട്ടെ എന്ന് ശ്യാമ പ്രോഗ്രാം ഹെഡിനോട് ചോദിച്ചതും ഉടനെ പ്രോഗ്രാം ഹെഡ് പറഞ്ഞു, അതിനെന്താ, ആയിക്കോളൂ, അതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഉടനെ GK സാർ ദയവായി ഒന്ന് പ്രേയറിലേക്ക് വരണമെന്നും എനിക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുകയും എനിക്ക് വേണ്ടി എന്നും നല്ല നല്ല വാക്കുകൾ പറയുകയും എന്നെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം എന്റെ നന്മ മാത്രം പ്രതീക്ഷിക്കുകയും ചെയ്ത, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത എന്റെ ഗുരുതുല്യനാണ് GK സാർ. അദ്ദേഹത്തിന് ഞാൻ മൂലമുണ്ടായ നാണക്കേടുകൾക്ക് ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ GK സാറും വേഗം ഫ്ലോറിലേക്ക് കയറി വന്നു. അദ്ദേഹവും അരികിലേക്ക് എത്തി ശ്യാമയുടെ കയ്യിൽ നിന്ന് ആ മൈക്ക് വാങ്ങിച്ച് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ഫ്ലോറിൽ വെച്ച് ഉണ്ടായ അപമാനം അത് എന്റെ നല്ലൊരു ശിഷ്യ, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഗായിക ഈ ഒരു വിജയം, യഥാർത്ഥത്തിൽ വിജയം കൈവരിക്കേണ്ടയാള് തന്നെയാണ് ഇവിടെ വിജയായത്. ഞാൻ അനധികൃതമായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് ശ്യാമയുടെ ഈ ഒരു വിജയത്തിന് പിന്നിൽ താൻ വേറൊരു രീതിയിലും ഒരു മനമായവും കാട്ടിയിട്ടില്ല എന്ന് GK സാർ ഏവരോടുമായി അറിയിച്ചു. ശ്യാമ തന്നോട് മാപ്പ് പറയേണ്ട കാര്യമില്ല എന്നും താൻ ചെയ്തതിനുള്ള സമ്മാനമാണ് GK സാർ എനിക്ക് ശ്യാമ ഇപ്പോൾ തന്നിരിക്കുന്നത്. ശ്യാമ കൈവരിച്ച ഈ നേട്ടം, അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് എന്ന് GK സാർ അറിയിച്ചു. പിന്നെ എന്റെ പേരിൽ അപമാനവും അപവാദങ്ങളും ഇവിടെ പ്രചരിപ്പിച്ചത് അത് മറ്റു പലരും മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്കറിയാം. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പറയട്ടെ, ഇവിടെ എനിക്ക് പകരമായി ചാനലുകാർ കൊണ്ടുവന്ന, ജഡ്ജായിട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന പ്രശസ്ത ഗായിക വിസ്മയുണ്ടല്ലോ, വിസ്മയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ ഫ്ലോറിൽ വെച്ച് ഏതെങ്കിലും ഒരു പാട്ടിന്റെ 4 വരി വിസ്മയ പാടണം. അതാണ് എന്റെ വെല്ലുവിളി. വിസ്മയ പാടൂ എന്ന് അറിയിച്ചു. വിസ്മയ ആ വാക്ക് കേട്ടതും ആകെ ടെൻഷനോടെ നിന്നു. ഉടനെ GK സാറ് പറഞ്ഞു, വിസ്മയ ഒന്ന് പാടൂ. പിന്നെ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളേവരും കേട്ട് ആസ്വദിച്ച കൃഷ്ണ തുളസി എന്ന് പറയുന്ന ഒരു ഗായികയുടെ പാട്ട്, നമ്മളേവരെയും മനസ്സിലേക്ക് ആ പാട്ട് നെഞ്ചിലേറ്റിയ ആ ഗായിക ആരെന്ന് നിങ്ങൾക്ക് അറിയാമോ? കൃഷ്ണ തുളസി എന്ന പേരിൽ അങ്ങനെ ഒരു പാട്ട് നമുക്ക് സമ്മാനിച്ചത് ശ്യാമയാണ്. ആ സത്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിക്കോളൂ. പിന്നെ അത് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി. ഈ ശ്യാമ ആരാണെന്നുള്ള സത്യം നിങ്ങൾ ശരിക്കും ഈ ലോകം മുഴുവൻ തിരിച്ചറിയണം എന്ന് പറഞ്ഞ് GK സാറ് വിസ്മയോട് ഒരു പാട്ടിന്റെ 4 വരി പാടാൻ, ഏതെങ്കിലും ഒരു പാട്ട് പാടാനായി വിസ്മയോട് ആവശ്യപ്പെട്ടു. വിസ്മയ ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുമ്പോ ഉടനെ GK സാറ് പറഞ്ഞു, ഏതെങ്കിലും ഒരു പാട്ട് പാടിയാൽ മതി. ഇവിടെ ജഡ്ജായി വന്നതാണല്ലോ വിസ്മയ, അപ്പോ ആ ജഡ്ജ് തന്റെ കഴിവ് തെളിയിക്കണ്ടേ? അതുകൊണ്ട് പാടണം വിസ്മയ, ഇത് എന്റെ വെല്ലുവിളിയാണ്, ഒന്ന് പാടൂ, എല്ലാവരും കേൾക്കട്ടെ. ഇത്രയും മനോഹരമായ പാട്ടുകൾ
ഈ ലോകത്തിന് സമ്മാനിച്ച ആളല്ലേ, അതുകൊണ്ട് ഒരു 4 വരി പാട്ട് ഏതെങ്കിലും മതി എന്ന് പറയുമ്പോ ഉടനെ വിജയ് തമ്പി സാറ് പറഞ്ഞു, എന്താ ജിക്ക സാർ ഈ പറയുന്നത്, എത്രയോ ഹിറ്റായ പാട്ടുകൾ സമ്മാനിച്ച ഗായികയാണ് ഈ നിൽക്കുന്ന വിസ്മയ എന്ന് പറഞ്ഞതും ഉടനെ ജികെ സാർ പറഞ്ഞു, അതെ, അത് തന്നെയാണ്, നമുക്ക് പല ഹിറ്റായ പാട്ടുകളും സമ്മാനിച്ച ആളാണ് ഈ നിൽക്കുന്ന വിസ്മയ. പക്ഷേ അത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് സർ, അന്ന് വിസ്മയക്ക് വേണ്ടി എല്ലാ പാട്ടുകളും പാടിയത് ദാ ഈ നിൽക്കുന്ന ശ്യാമയാണെന്ന് മാത്രം. അതാ ഇപ്പോ ആരും തിരിച്ചറിയാതെ പോയത് എന്നറിയിച്ചു. അത് കേട്ടതോടെ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. എന്താ ഈ പറയുന്നത്, ശ്യാമ വിസ്മയക്ക് വേണ്ടി പാടിയെന്നോ എന്ന് പറഞ്ഞ് ആകെ ഞെട്ടലോടെ നിൽക്കുമ്പോൾ ജികെ സാറ് പറഞ്ഞു, അതെ, ഈ വിസ്മയക്ക് വേണ്ടി ആ പാട്ടുകളെല്ലാം പിന്നിൽ നിന്ന് പാടിയത് ഈ നിൽക്കുന്ന ശ്യാമയാണ്. ഉടനെ അവിടെ നിന്ന് പ്രോഗ്രാം ഹെഡ് പറഞ്ഞു, ജിക്ക സാർ, ഇതുപോലെ വലിയൊരു പ്രശസ്തി ആർജിച്ച ഒരു പാട്ടുകാരിയെ, ലോകമറിയുന്ന ഒരു പാട്ടുകാരിയെ ഇങ്ങനെ ഒരു ലൈവ് ഷോയിൽ വെച്ച് അപമാനിക്കാൻ പാടില്ല, ഇങ്ങനെ ഒരു കള്ളക്കഥ പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ജിക്ക സാർ പറഞ്ഞു, ഞാൻ കള്ളമല്ല പറയുന്നത്, അതുകൊണ്ടാണല്ലോ വിസ്മയോട് 4 വരി പാടാനായി ഞാൻ ആവശ്യപ്പെടുന്നത്. വിസ്മയ പാടട്ടെ, എന്നാ ഇപ്പോ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യം ഞാൻ ഇവിടെ നിഷേധിക്കുകയും എന്നേക്കുമായി എന്റെ ഈ സംഗീതത്തിലുള്ള എന്റെ ഇത്രയും നാളുണ്ടായിരുന്ന എന്റെ ഈ കഴിവിനെയും ഞാൻ ഈ സംഗീത ലോകത്തോടും എന്നേക്കുമായി വിട പറയുന്നു. എന്റെ ഈ കരിയർ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താ, ഈ മ്യൂസിക് കരിയർ ഞാൻ ഇന്നത്തോടെ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. വിസ്മയ 4 വരെയെങ്കിലും പാടുകയാണെങ്കിൽ. അത് കേട്ടതോടെ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. വസന്തരാമയും ആകെ ഞെട്ടിലോടെ നോക്കി. ഈ കൃഷ്ണതുളസി എന്ന പേരിൽ ശ്യാമയാണോ പാടിയത്, ആ കൃഷ്ണതുളസി ശ്യാമയായിരുന്നോ എന്ന് അതിശയത്തോടെ വസുന്ധര അങ്ങനെ ചോദിച്ചു. അങ്ങനെ എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് വിസ്മയ പാടാതിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടെ വേഗം തനിക്ക് വല്ലാത്ത തലചുറ്റലും ബോധക്കേടും ഉണ്ടാകാൻ പോകുന്ന പോലെ വിസ്മയ അങ്ങനെ അഭിനയിക്കാൻ തുടങ്ങുമ്പോ ഉടനെ അത് കണ്ട് അഖിൽ പറഞ്ഞു, വേണ്ട വേണ്ട, വിസ്മയോട് പാട്ട് പാടാൻ പറയുമ്പോ എല്ലാ അവസരത്തിലും വിസ്മയെ കാണിക്കുന്നതാണ് ഈ തലചുറ്റലും ബോധക്കേടും എല്ലാം. ഇത് അവളുടെ അഭിനയമാണ്, ആ അഭിനയം ഇനി ഇവിടെ വേണ്ട എന്ന് അഖിൽ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും വിസ്മയാകെ ടെൻഷനോടെ തന്റെ ആ കളിയും അവിടെ വിലപ്പോവില്ലെന്ന് മനസ്സിലായി ആകെ ആശങ്കപ്പെട്ട് അങ്ങനെ നിന്നു. അപ്പോഴേക്കും എല്ലാവരും ആകെ ടെൻഷനോടെ നിൽക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കാന്നറിയാനേ ഉടനെ അഖിൽ പറഞ്ഞു, വിസ്മയ്ക്ക് വേണ്ടി ശ്യാമയാണ് ഇത്രയും നാളും പാടിയത് എന്നതിനു വേണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളാരും ജികെ സാറ് പറഞ്ഞത് വെറുതെ വിശ്വസിക്കണ്ട, അതിന് വ്യക്തമായ തെളിവുണ്ട്, കാണിച്ചു തരാം എന്ന് അഖിൽ അറിയിച്ചു. അഖിൽ വിളിച്ചു പറഞ്ഞത് കേട്ട് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി. അരുണും ആദിയും ഒപ്പം വസുന്ധരയും എന്താണ് ശ്യാമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വിസ്മയക്ക് വേണ്ടി ഇത്രയും നാളും ശ്യാമയാണ് പാട്ട് പാടിയത് എന്ന് തെളിയിക്കുന്നതിനുള്ള ആ തെളിവ് എന്താണെന്ന് എല്ലാവരും ഞെട്ടലോടെ നോക്കി. അപ്പോഴേക്കും വേഗം അഖിൽ അവിടെ നിന്ന് സ്ക്രീൻ പ്ലേ ചെയ്യാനായി അവിടുന്ന് ടെക്നീഷ്യനോട് പറഞ്ഞു, അതെ, താനത് അപ്ലോഡ് ചെയ്തോളൂ എന്നറിയിച്ചു. ഉടനെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ആ വലിയ സ്ക്രീനിൽ ശ്യാമയാണ് വിസ്മയ്ക്ക് വേണ്ടി ഇത്രയും നാളും പാടിയിരുന്നത് എന്നതിന്റെ ആ സത്യാവസ്ഥ തെളിയിക്കുന്ന വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ആ സ്ക്രീനിൽ അത് വ്യക്തമായി തെളിഞ്ഞു. പർദ്ദ അണിഞ്ഞുകൊണ്ട് ശ്യാമ വിസ്മയുടെയും അരന്തരയുടെ മുന്നിലേക്ക് വന്ന് നിന്നതും ആ സാഗര സ്റ്റുഡിയോയിൽ വെച്ച് വിസ്മയ്ക്ക് വേണ്ടി ശ്യാമയെ പാട്ട് പാടിപ്പിക്കാനായി കൊണ്ടുവന്നതും ഉടനെ തന്നെ വിസ്മയ പാടാനായി ആ റൂമിലേക്ക് പോകുന്ന സമയത്ത് അപ്പോഴേക്കും ഓഡിഷന് വേണ്ടി അവിടേക്ക് സ്റ്റുഡിയോയിലേക്ക് കയറുമ്പോൾ തൊട്ട് അപ്പുറത്ത് ശ്യാമ പർദ്ദ അണിഞ്ഞുകൊണ്ട് വിസ്മയ്ക്ക് വേണ്ടി ശ്യാമയുടെ ശബ്ദത്തിൽ ശ്യാമ പാട്ട് പാടാനായി പോകുമ്പോ അരുന്ധതിയെ നോക്കി വിസ്മയ താൻ ഇന്നത്തെ പാട്ട് സൂപ്പർ ആക്കുമെന്നുള്ള രീതിയിൽ, താൻ വെറും ഒരു അഭിനേതാവ് മാത്രമാണെന്നുള്ള രീതിയിൽ എല്ലാം ഓക്കെ ആണെന്നുള്ള കൈയൊക്കെ കാണിച്ച് അവിടെ നിന്ന് വിസ്മയ ആ റൂമിലേക്ക് കയറുമ്പോ ശ്യാമ വിസ്മയ്ക്ക് വേണ്ടി മറ്റൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ആ പാട്ട് പാടുന്നത്, അത് റെക്കോർഡ് ചെയ്യുന്നതും വ്യക്തമായി ശ്യാമ ആ പാട്ട് പാടുന്നതുമായിട്ടുള്ള എല്ലാ വീഡിയോയും ആ നിമിഷം അവിടെ സ്ക്രീനിലൂടെ എല്ലാവരും കാണാനായി ലൈവായി തന്നെ അത് പ്ലേ ചെയ്യുന്നു. അങ്ങനെ വിസ്മയ വെറും ഒരു ഡമ്മി ആയിരുന്നുവെന്നും യഥാർത്ഥത്തിൽ വിസ്മയ്ക്ക് വേണ്ടി പാട്ട് പാടിയിരുന്നത് ശ്യാമയായിരുന്നു എന്നുള്ള സത്യം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു സത്യം തുറന്നു കാട്ടി. അങ്ങനെ വിസ്മയ ഒരു പെരുങ്കള്ളിയായിരുന്നുവെന്ന് എല്ലാ സത്യം തിരിച്ചറിഞ്ഞതോടെ ആകെ ആശങ്കയോടെ നിൽക്കുകയാണ് അരുന്ധതിയും വിസ്മയും. അങ്ങനെ ആ ഒരു തെളിവ് ഏവരുടെയും മുന്നിൽ വെളിപ്പെടുത്തി ജികെ സാറ് ഇന്നത്തോടെ ശ്യാമയാണ് വിസ്മയ്ക്ക് വേണ്ടി ഇത്രയും നാൾ പാടിയിരുന്നതും വിസ്മയ ഒരിക്കലും ഒരു പാട്ടുകാരിയല്ല എന്നുള്ള സത്യം ഈ ലോകം അറിയണമായിരുന്നു, അതുകൂടിയാണ്
കൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊരു അവസരത്തിൽ എനിക്ക് സാധിച്ചതെന്ന് അറിയിച്ചതും വിസ്മയുടെ പാട്ട് പാടാനായി എല്ലാവരും നിർബന്ധിച്ചു. വിസ്മയ പാടണം പാടണം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ഓഡിയൻസും ബഹളം വെക്കുന്നത് കണ്ട് അരുന്ധതി വേഗം വിസ്മയുടെ അരികിലേക്ക് ഓടിയെത്തി. ആ ഫ്ലോറിലേക്ക് കയറിയ അരുന്ധതി പതുക്കെ വിസ്മയോട് പറഞ്ഞു, വേഗം വാ, ഇവിടെ നിന്ന് പോണം, അല്ലെ ശരിയാവില്ല എന്ന് പറഞ്ഞ് വിസ്മയെ വിളിച്ചുകൊണ്ട് അരുന്ധതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ നിന്ന് ആ ഓഡിയൻസ് എല്ലാം ബഹളം ഉണ്ടാക്കി. അവളെ പിടിച്ചു നിർത്ത്, ആ പെരുങ്കളിയെ പിടിച്ചു നിർത്ത്, ആ പെരുങ്കളിയെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞ് അവർ വല്ലാതെ ശബ്ദമുയർത്തുന്നു. ഈ നിമിഷത്തിൽ ശ്യാമ താൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള സത്യം ലോകത്തിനു മുന്നിൽ തെളിവിച്ചു കാണിച്ച അല്ലെങ്കിൽ വെളിപ്പെടുത്തി കൊടുത്ത GK സാറിനോട് ശ്യാമ നന്ദി അറിയിച്ചു. കൈകൂപ്പിക്കൊണ്ട് GK സാറിനോട് സന്തോഷം പറയുമ്പോ അവിടെ സിംഗർ ഓഫ് ദി ഇയർ എന്നുള്ള ആ ഒരു അവാർഡ് ജേതാവായ ശ്യാമയെ കാണുവാനായി അവിടുത്തെ ഓഡിയൻസ് എല്ലാവരും എത്തുന്നു. ഓഡിയൻസ് ഓടിയെത്തി ശ്യാമയോട്, മേഡം ഒരു സെൽഫി എന്ന് പറഞ്ഞ് ശ്യാമയുടെ അരികിൽ നിന്ന് സെൽഫി എടുക്കാനായി അവരെല്ലാവരും ശ്യാമയുടെ അരികിലേക്കായി ചേർന്ന് നിൽക്കാനായി ബഹളം വയ്ക്കുമ്പോൾ അഖിൽ പതുക്കെ അതിൽ നിന്ന് പുറത്തേക്ക് മാറുകയും ശ്യാമയോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനുള്ള ബഹളം കണ്ട് അതിശയത്തോടെ അങ്ങനെ നോക്കിയിരുന്നു. അപ്പോഴേക്കും ആനന്ദവർമ്മയും ആനന്ദനിലത്തിലുള്ള എല്ലാവരും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ഈ കാഴ്ച കാണുന്നത്. ഇത് കണ്ട ഉടനെ വസുന്ധരയും ആനന്ദവർമ്മയും എല്ലാം ആശ്ചര്യത്തോടെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഉടനെ ആനന്ദവർമ്മ പറഞ്ഞു, കണ്ടില്ലേ? അപ്പോഴേക്കും ഉടനെ ആദി പറഞ്ഞു, അച്ഛാ, ശ്യാമയുടെ പേരിലാണ് ഇനി നമ്മൾ എല്ലാവരും അറിയപ്പെടാൻ പോകുന്നത്. ശ്യാമ നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ് അച്ഛാ എന്ന്. ശ്യാമയുടെ ഏട്ടന്മാരാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്കും വല്ലാത്ത അഭിമാനമുണ്ട് അച്ഛാ എന്ന് ആദി അറിയിച്ചു. അപ്പോഴേക്കും എല്ലാവരും ശ്യാമയുടെ ഒപ്പം നിന്ന് സെൽഫി എടുക്കാനായി അങ്ങനെ ഉന്തും തള്ളുമായിട്ട് നിൽക്കുന്നത് കണ്ട് അഖിൽ അപ്പുറത്ത് മാറി നിൽക്കുമ്പോൾ ഉടനെ ഐശ്വര്യ വസുന്ധരയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അമ്മേ, കണ്ടില്ലേ, പാവം നമ്മുടെ അഖിയുടെ അവസ്ഥ എന്താണെന്ന്. അവന് ഇനി വെറും ഒരു മാനേജറുടെ റോളിലേക്ക് ഒതുങ്ങിച്ചേരും. അവളുടെ പാട്ടും പ്രോഗ്രാമും ഒക്കെ അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന വെറും ഒരു പ്രോഗ്രാം മാനേജർ മാത്രമായി അഖിൽ ചുരുങ്ങും. അഖിലിന്റെ ജീവിതം ഇങ്ങനെ എന്നേക്കുമായി ശ്യാമയുടെ ജീവിതത്തിൽ നിന്ന് അഖിൽ പതിയെ പതിയെ ഒഴിവാക്കപ്പെടും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അഖിൽ ശ്യാമയുടെ പ്രോഗ്രാമുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന വെറും ഒരു മാനേജർ മാത്രമായി അഖിലിനെ മാറ്റിയെടുക്കും. ശ്യാമ വലിയൊരു സെലിബ്രിറ്റിയായി അങ്ങനെ അങ്ങ് ലോകം മുഴുവൻ അറിയുന്നവളായി അങ്ങനെ മാറുമ്പോ അഖിൽ അങ്ങനെ ഒതുങ്ങിക്കൂടി പോകും. അമ്മയുടെ മകൻ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ കണ്ടില്ലേ എന്ന് വസുന്ധരയോട് കുശുമ്പോടെ അസൂയയോടെയും ഐശ്വര്യ പറയുന്നു. ഇതെല്ലാം മാറി നിന്ന് അമൃതയെടുത്ത് കേൾക്കുന്നു. ഈ സമയത്ത് ഐശ്വര്യ മനസ്സിൽ പറഞ്ഞു, ഹോ, അങ്ങനെ അവൾ എന്നേക്കാളും വലിയ സെലിബ്രിറ്റി ആയല്ലോ എന്ന ഒരു കുശുമ്പും ഐശ്വര്യ മനസ്സിൽ ചിന്തിക്കുമ്പോൾ വസുന്ധര ശ്യാമയുടെ അരികിൽ ആളുകൾ കൂട്ടം കൂടി നിന്ന് സെൽഫി എടുക്കാനായി ബഹളം വെക്കുമ്പോൾ അതെല്ലാം കണ്ട് ആസ്വദിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന തന്റെ മകന്റെ ദുരവസ്ഥയെക്കുറിച്ച് ഓർത്ത് വിഷമത്തോടെ വസുന്ധര നോക്കി നിൽക്കുന്നു.